ഹായ് നമസ്കാരം. വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുള ഉപയോഗിച്ച് ആണി ചെത്തി അതടിച്ച് മരത്തിൽ കയറുന്ന ഒരു വീഡിയോ. അപ്പോൾ ഇന്ന് നമുക്ക് അതിനുള്ള ആണിക്ക് ആവശ്യമായ മുള വെട്ടാൻ പോകാം. അപ്പോൾ നമുക്കിവിടെ കാട്ടിലുള്ള ഇല്ലിയും ഈറ്റെല്ലാം പൂത്തുപോയി. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പറമ്പിൽ ഇല്ലി നിൽപ്പുണ്ട്. ഇതിലേ കയറി പോകണം. അപ്പോൾ നമ്മളിവിടെ ഇല്ലിച്ചോട്ടിലെത്തിയിട്ടോ. നമ്മൾ ഇല്ലിയായിട്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി അത് മുറിച്ച് ചെത്തി ആണി ഉണ്ടാക്കണം. ഇത് ചെത്തി മരത്തിൽ ഇങ്ങനെ അടിക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കാൻ പോവാ. അപ്പൊ ഇതാണ് നമ്മൾ മരത്തേൽ അടിച്ച് കെട്ടി അടിച്ചിട്ട് ഇത്തേക്കൂടെയാണ് ചവിട്ടി ചവിട്ടി കയറി പോണേ. ഈറ്റയും ആ ആണികളെ കൂട്ടി ഒഴിപ്പിച്ച് കെട്ടാനുള്ള പള്ളിയാണ്. ഇതൊരു കാട്ടുമരം, കാട്ടിയെത്തി എന്ന് പറഞ്ഞ മരത്തിന്റെ നല്ല മൂത്ത് അടിച്ച് എത്തിയിട്ട് ഉണ്ടാക്കുന്ന കൊട്ടാപ്പടി. ഇതാണ് ആണി. അപ്പോൾ പരിപാടി തുടങ്ങുവാണ്. ഇങ്ങനെ കെട്ടും. ഇത്രയും കെട്ടുള്ള കെട്ടൊക്കെ സിമ്പിളാ. വള്ളി കുഴപ്പമില്ലല്ലോ. വള്ളി ഇച്ചിരി മൂപ്പ് ഇതുണ്ട്, കുഴപ്പമില്ല. പിഞ്ചാണി അതുണ്ട് ഇല്ല. ആണി വെക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന്. ആണി ഇതിപ്പം ഇങ്ങനെ തന്നെ മണ്ടവരാ ചെയ്യുന്നത്. ഈറ്റയുടെ അപ്പുറം ഇപ്പുറമായിട്ട് ഈറ്റയുടെ രണ്ട് സൈഡായിട്ടാണ്. ഇടത്തും ഈറ്റയുടെ ഇടത്തും അടുത്തും അടിച്ചടിച്ചാൽ പോകണം. അപ്പം തെന്നി മാറാടിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇപ്പോൾ ഒരു കാലം ഇങ്ങനെ കയറ്റി വയ്ക്കും. ഇങ്ങനെ വയ്ക്കും. കയറി ഇങ്ങനെ വയ്ക്കും. കാലുണ്ടോ? എന്നിട്ട് അടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ കൊടുക്കും. നമ്മൾ മണ്ടക്കോട്ട് ചെരുവ് മരം ചെരിഞ്ഞൊക്കെ വയ്ക്കുവാണെങ്കിൽ ആ ചെരുവൊക്കെ നോക്കി വേണം അടിക്കാൻ. ഇത് അത്ര സിമ്പിൾ പണിയൊന്നും അല്ല കേട്ടോ. ഈ മരത്തിന് നല്ല ചെരുവും വളമൊക്കെ ഉണ്ടെങ്കിലേ, മുഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് നിൽക്കാൻ പറ്റില്ല. നമ്മൾ ഈ കാലം ഇങ്ങനെ കയറ്റിക്കും. രണ്ട് പൊട്ട് കൊടുക്കണ്ടോ? ഈ രണ്ട് പൊട്ടെല്ലാം ഇങ്ങനെ കൈ വിട്ടിക്കാം. ഓക്കെ, എന്നറിയോ? ഇലൊക്കെ ആണെങ്കിലേ പെട്ടെന്ന് അടിച്ച് കയറും. പെട്ടെന്ന് കയറും. ഇത് കണ്ടിട്ട് ആരും അനുകരിക്കാൻ നിൽക്കരുത് കേട്ടോ.
ഒരു കുട്ടി കളയാതെയോ? ആ, ഇത് നമ്മൾ ഈ പണി ചെയ്തിട്ട് കുറേ ആയി. അല്ലെ അതിലും സ്പീഡായിട്ട് ചെയ്യേണ്ടതാണ്. ഒത്തിരി നാളായി ചെയ്തിട്ട്, അതാണ് സ്പീഡ് കുറവ്. ഇനിയാണ് നമ്മൾ ഇഴപ്പിച്ച് കെട്ടാൻ പോണേ. രണ്ടാണി വയ്ക്കും. അപ്പുറം അപ്പുറം രണ്ടാണി. ക്യാമറ വേണേ ഒന്ന് സൂം ചെയ്ത് കാണിച്ചോ കിട്ടുമെങ്കിൽ. ആർത്തെ ഇത് ഇവിടെ ഇങ്ങനെ ഇറക്കി വയ്ക്കും. എന്നിട്ട് ഇത് നമ്മൾ കൂട്ടിക്കെട്ടും. തേനെടുക്കാനൊക്കെ കയറുമ്പോ ഇതുപോലെ 2-3 ഈറ്റൊക്കെ വരും അല്ലേ? നേരത്തെ ഒരിടത്ത് പോയപ്പം വലിയ മരമായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ 5 എണ്ണം അടിക്കണ്ടോന്ന്. 5 ഈറ്റ. 5 ഈറ്റ എന്ന് പറയുമ്പോൾ ഒരു ഈറ്റ ഒരു 15 അടി 20 അടി വരും. 20 അടിയുള്ള നീളമുള്ള 5 ഈറ്റ എന്ന് പറയുമ്പോഴത്തേക്കും 100 അടി പൊക്കമായി. ആ, അത്രയും പൊക്കത്തിലാണ് കയറണേ. ഇപ്പൊ 10 ആയതുകൊണ്ട് ചെറുതാണ്, ഹൈറ്റ് കുറവുണ്ട്. വലിയ പൊക്കമില്ലല്ലോ. വലിയ പൊക്കമില്ല. അതവിടെ വെച്ച് അപ്പുറത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മേലത്തെ ഏകത്തെ കയറത്തില്ലേ? അല്ല, ഇതിപ്പോ 2 അടിച്ചാ താഴത്തേക്ക് അവരെ എത്തും.
നല്ല വില കിട്ടുന്ന സാധനമാണ് അത്. ഒരു കിലോയ്ക്കും കണ്ട് കഴിഞ്ഞ മാസം 1000-ന് മേളിലും കണ്ട് വില വന്നു. അപ്പോൾ നമുക്കിനി ഇറങ്ങി തോട്ടിയൊക്കെ എടുത്ത് റെഡിയാക്കിയിട്ട് കയറി വരാം. അപ്പം ഞാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണ്. നമ്മളിപ്പോഴും പിടിക്കുന്നുണ്ട്. ഈ അടിച്ചേക്കുന്ന ആണിയിലാണ് പിടിക്കുന്നത്. കൈ ആണിയും ഈറ്റയും കൂടെ കൂട്ടി പിടിക്കും. ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ നമ്മൾ കായെല്ലാം പറിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പത്തിരയെല്ലാം പൊട്ടിച്ച് തീർന്നുണ്ട്. ഇതിനി ഒരു നല്ല വെയിലാണെങ്കിൽ ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കടയിൽ കൊണ്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ പാത്രങ്ങൾ ഉപയോഗിക്കാതെ ഇല്ലി, മുള എന്നിവ ഉപയോഗിച്ച് ആദിവാസികൾ പാരമ്പര്യമായ രീതിയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.